രാമേന്ദ്ര സാറേ, നമുക്ക് വലിയ വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണം ഞാൻ ഈയിടെ ഓൺലൈനിൽ കേട്ടു. അത് നമുക്കൊക്കെ പ്രിയപ്പെട്ട ജെ നന്ദകുമാർ സാറിൻ്റെ പ്രസംഗമാണ്. നന്ദകുമാർ സാറിനെ അറിയാലോ, എനിക്ക് എന്നേക്കാൾ നന്നായി സാറിന് അറിയാം. RSSന്റെ ഈ ബൗദ്ധിക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ RSSന്റെ ഈ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകനാണ് അദ്ദേഹം. അത് കൺവീനറാണ് അല്ലേ? കേസരിയുടെ പത്രാധിപരൊക്കെ ആയിരുന്നു അല്ലേ? പ്രജ്ഞാപ്രവാഹം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ സ്ട്രീം അല്ലേ അതിന് പറയാ. എന്തായാലും അതാണ് അതിന്റെ ബൗദ്ധികമായ ഒരു വിങ്ങിന്റെ കൺവീനറാണ് അദ്ദേഹം. രാജ്ഭവനിൽ, കേരളത്തിന്റെ രാജ്ഭവനിൽ നടത്തിയൊരു പ്രസംഗം ഈ കഴിഞ്ഞ ഒക്ടോബർ 13-നായിരുന്നു. പ്രസംഗം 2 ആഴ്ച മുമ്പാണ്. ഞാനത് കേൾക്കാൻ വൈകിയേ ഉള്ളൂ. അപ്പോൾ ഈ ആ പ്രസംഗത്തിന്റെ വിഷയം ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം നടന്നു വരികയാണ്. രാജ്യവ്യാപകമായിട്ട് നടന്നു വരികയാണ്. അപ്പോൾ വ്യാപകമായി ദേശത്താകെ നടക്കുന്നുണ്ട്. 1901-ലാണ് അദ്ദേഹം ജനിച്ചത്. 1901 ജൂലൈ 6-നാണ് ജനിച്ചത്. 1953 ജൂൺ 23-ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ ജന്മത്തിന്റെ 125-ാം വാർഷികം എന്ന് പറയുന്നത് ഈ 2025 ജൂലൈ 6 തൊട്ട് 2026 ജൂലൈ 6 വരെയുള്ള ഒരു വർഷത്തെ പരിപാടികളാണ്. അതിനിടയിലാണ് നമ്മുടെ രാജ്ഭവനിൽ നമ്മുടെ ആദരണീയനായ ഗവർണർ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ നന്ദകുമാർ സാറാണ് ഗസ്റ്റായിട്ട് പങ്കെടുത്തത്. അത് ഈ മലയാളത്തിലുള്ള പ്രസംഗമല്ല, ഇംഗ്ലീഷിലുള്ള പ്രഭാഷണമാണ്. അതിൻ്റെ കാരണം അത് മലയാളികൾ മാത്രമല്ല, പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥ പ്രമുഖരും IAS-കാരും ഡിപ്ലോമാറ്റ്സും ഒക്കെ ചേർന്ന ഒരു വലിയ എലൈറ്റ് ഓഡിയൻസിൻ്റെ മുമ്പിൽ നടത്തിയ ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിലൂടെ എനിക്ക് ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെയുള്ള ഒരു പ്രേരണയുണ്ടായി. മാത്രമല്ല, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളെ പുതിയ കാലത്തേക്ക് പരാവർത്തനം ചെയ്യുമ്പോൾ RSS സ്വീകരിച്ചു വരുന്ന നയനിലപാടുകളും കൂടി ആ കൂട്ടത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ശ്യാമപ്രസാദ് മുഖർജിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും നന്നായി പറയാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് രാമേന്ദ്ര സാറിനോട് ഈ പ്രഭാഷണത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചത്. സാർ ആ പ്രഭാഷണം കേട്ടിരുന്നോ? ഞാനത് കേട്ടിരുന്നു. അപ്പോൾ അതില് ജെ നന്ദകുമാർ മുമ്പ് ഈ കേസരി പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എനിക്ക് തന്നിട്ടുണ്ട് 2016. നന്ദകുമാർ അവിടെ സംസാരിച്ചിരുന്നു. തന്നത് കവി S രമേശൻ നായരാണ്. അന്ന് മുഖ്യ പ്രഭാഷണം M രാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് നന്ദകുമാറാണ്. അപ്പോ രാമേന്ദ്രൻ സാറിനെ ആദരിച്ച ഒരു വേദിയിലെ അതിഥിയായിരുന്നു അദ്ദേഹം. അതെ, അങ്ങനെ ഒരു സന്തോഷം കൂടി. അതെ, ഇവിടെയും ഞാൻ അദ്ദേഹത്തിനെ അഭിമുഖം ചെയ്തിട്ടുണ്ട് കൂടുതൽ തവണ. അതെ, അപ്പൊ അദ്ദേഹം ഈ ശ്യാമപ്രസാദ് മുഖർജിയെ പറ്റി നടത്തിയ പ്രഭാഷണത്തില് പ്രധാനമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇന്ത്യയെ കെട്ടിപ്പടുത്തത് ബ്രിട്ടനാണ് എന്ന് പൊതുവെ ബുദ്ധിജീവികൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. മാത്രല്ല എ നേഷൻ ഇൻ ദ മേക്കിംഗ് ആളുകള് പറയാറുണ്ട്. ഇങ്ങനെ ഒരു രാഷ്ട്രം ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഒരു മൂലയ്ക്കുന്ന സിമെന്റും കല്ലും ഒക്കെ ഇട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ കുറച്ചൊക്കെ ചെയ്തു, പിന്നെ ചില ആളുകൾ വന്നിട്ട് ചിലതൊക്കെ ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് ബുദ്ധിജീവികള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം നേരത്തെ തന്നെ ഇതൊരു മെക്കാനിക്കൽ കൺസെപ്റ്റ്, ഒരു യാന്ത്രിക ആശയം അല്ലാതെ, ഇത് യാന്ത്രിക ആശയമാണല്ലോ ഇതിന്റെ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഇതൊരു സാംസ്കാരിക നൈരന്തര്യമാണ് ഭാരതം. ഒരു സാംസ്കാരിക എത്രയോ സഹസ്രാബ്ദങ്ങൾ അല്ലേ നീണ്ട സാംസ്കാരിക നൈരന്തര്യമാണ് ഭാരതം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. ആ കാലത്ത് തന്നെ അംബേദ്കർക്കും ഏതാണ്ട് ഈ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് നന്ദകുമാറിൽ പറയുന്നുണ്ട്. 1916 കൊളംബിയയിൽ അവതരിപ്പിച്ച ഒരു പ്രസംഗത്തില് ജിയോഗ്രാഫിക്കൽ യൂണിറ്റി അല്ലേ പറയുന്നുണ്ട്, നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ഐക്യത്തിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ടെറിട്ടോറിയൽ നാഷണാലിറ്റി അല്ല ഇന്ത്യയുടെ, അതായത് ഭൂമിശാസ്ത്രപരമായ രാജ്യമല്ല, അത് ഈ കൾച്ചറൽ നാഷണാലിറ്റിയാണ്, സാംസ്കാരിക ദേശീയത
എന്നുള്ളതാണ് ഇന്ത്യയുടെ. അതർവൈസ് സ്പിരിച്വൽ നാഷണാലിറ്റി. അതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് അതല്ലാതെ ഏതൊരു ബുദ്ധിജീവി സ്ത്രീ പറയുന്നത് കേട്ടതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ബർമ്മയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലെ ഒരു ഭൂവിഭാഗം മാത്രമാണ് ഇന്ത്യ എന്നൊക്കെ ഒരു ബുദ്ധിജീവി സ്ത്രീ അല്ലേ ഈയിടെ പറയുന്നത് കണ്ടു. അവരുടെ പേര് പറയുന്നില്ല, നമുക്കൊക്കെ ഊഹിക്കാവുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പല ആളുകളും ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതുപോലത്തെ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കാരണമാണ് ഈ നെഹ്റു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഗാൽബ്രൈത്ത് ഇൻ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറഞ്ഞ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നെഹ്റു അദ്ദേഹത്തിനോട് അവകാശപ്പെട്ടു എന്ന്, ഇന്ത്യ ഭരിക്കുന്ന അവസാനത്തെ ഇംഗ്ലീഷുകാരൻ ഞാനാണെന്ന്. അതെ അതെ, സ്വയം ഇംഗ്ലീഷുകാരനായിട്ട് ഞാൻ ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഒരു സാംസ്കാരിക നൈരന്തര്യമാണെന്നുള്ള യഥാർത്ഥ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നെഹ്റുവിനെ ശ്യാമപ്രസാദ് മുഖർജി വെല്ലുവിളിച്ചത്. ശ്യാമപ്രസാദ് മുഖർജി അവിടെ അവര് തമ്മിലുള്ള ആ ഡിവൈഡാണ് രാജിവെച്ച് പോരാനും കാരണം. ഷഹീദ് സുഹ്രവർദിയുടെ മുഖ്യമന്ത്രിയായിട്ട് പശ്ചിമ ബംഗാളിൽ മന്ത്രിസഭ ഉണ്ടായിരുന്നല്ലോ, മുസ്ലിം ലീഗ്. അതിൽ മന്ത്രിയായിരുന്ന ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു. 2-3 കൊല്ലം പ്രസിഡന്റും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോ നെഹ്റുവിന്റെ മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു. അത് ഗാന്ധി നിർബന്ധിച്ചിട്ടൊക്കെയാണ് ശ്യാമപ്രസാദ് മുഖർജിയെ. ഈ അംബേദ്കറെ ഒന്നും ആദ്യം മന്ത്രിയാക്കുന്നില്ലല്ലോ നെഹ്റു 46-ല്. പിന്നീട് ഗാന്ധിയുടെ ഒക്കെ സമ്മർദ്ദം കൊണ്ടല്ലേ. അതെ, ബുദ്ധിയുള്ള ആളുകളെയും ആരെയും നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്നല്ലോ. പുള്ളിക്ക് കങ്കാണികളെയാണല്ലോ ആവശ്യമായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നെഹ്റുവിനെ വെല്ലുവിളിച്ചത് ഈ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോ ഞാൻ എൻ്റെ ഭാഗം പറയുകയാണ്, ഇത്രയും നന്ദകുമാർ പറഞ്ഞിട്ട്. അപ്പൊ ഈ പ്രത്യയശാസ്ത്രപരമായ ഈ കാരണങ്ങൾ കൊണ്ടാണ് രാജിവെച്ചത് ശ്യാമപ്രസാദ് മുഖർജി. അത് നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം കൾച്ചറൽ കണ്ടന്റ് നമ്മുടെ അതിൽ ഒത്തുതീർപ്പ് സാധ്യമല്ല, സാംസ്കാരികമാണ്. നിങ്ങൾ നിങ്ങളുടേതായ മതേതരത്വം കൊണ്ടുവന്നിട്ട് ഇതിൽ വിഭജനമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള പ്രത്യയശാസ്ത്രപരമായ നിലപാട്. അല്ലാതെ എനിക്ക് താൻ ശമ്പളം കൂട്ടി തന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല രാജിവെക്കുന്നത്. അപ്പോ ഇതിൻ്റെ അകത്ത് പിന്നെ ലിയാഖത്ത് സന്ധിയെ പറ്റി നന്ദകുമാർ പറയുന്നുണ്ട്. ഞാനും ഇടക്കിടക്ക് പറയുന്നൊരു കാര്യമാണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലിയാഖത്ത് മറ്റേ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലിഖാനുമായിട്ട് ഡൽഹി പാക്ട് എന്നാണ് പറയുക. ഡൽഹിയിൽ വെച്ച് സന്ധി. ആ സന്ധിയിൽ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയാർത്ഥികൾക്ക്, അതായത് പാകിസ്ഥാനിലുള്ള ഇവിടുന്ന് പോയ അഭയാർത്ഥികൾക്ക് ഇവിടെ സ്വത്തുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വിൽക്കാനും ഒക്കെ ആയിട്ട് മടങ്ങി വരാം ഇങ്ങോട്ട്. അതുപോലെ ഇവിടെ നിന്ന് റാഞ്ചി കൊണ്ടുപോയ സ്ത്രീകൾ ഇവിടെ നിന്ന് കൊള്ളയടിച്ച സ്വത്ത് അല്ലേ, അതും ഒക്കെ മടക്കി ഇങ്ങോട്ട് കിട്ടണം. കാരണം ഇവിടെ തന്നെ തുടരുന്ന പല ഹിന്ദുക്കളുടെയും സ്വത്ത് പാകിസ്ഥാനിലായി പോയിട്ടുണ്ടല്ലോ, അത് തിരിച്ചിങ്ങോട്ട് കിട്ടണം. പിന്നെ നിർബന്ധിത മതം മാറ്റം അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം, അത് മാറ്റണം. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കണം 2 രാജ്യങ്ങളിലും. ഇത് 1950 ഏപ്രിൽ 8-ാം തീയതിയാണ് ലിയാഖത്ത് അലി ഖാനുമായിട്ട് നെഹ്റു ഒപ്പുവെച്ചത്. ഇത് ഇന്ത്യയെ ഒറ്റിയ ഒരു സന്ധിയായിരുന്നു എന്ന് നെഹ്റു മന്ത്രിസഭയിലെ 3 പേർ അവരുടെ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ രാജിക്കത്തുകളൊക്കെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ രാജിക്കത്തുകളൊക്കെ ഞാൻ പിൽക്കാലത്ത് വായിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. 1 ശ്യാമപ്രസാദ് മുഖർജി, അത് ഇന്ത്യ ഒറ്റിയതാന്ന് പറഞ്ഞു. 2 അംബേദ്കറുടെ രാജിക്കത്തിലും ഈ ലിയാഖത്ത് അലി പാക്ട് ഇന്ത്യ ഒറ്റിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ആളുകൾ അത്ഭുതപ്പെടും. ജോൺ മത്തായി, ധനമന്ത്രിയായിരുന്ന ജോൺ മത്തായി ഇത് പറഞ്ഞിട്ടുണ്ട്. 3 വലിയ ബുദ്ധിജീവികളല്ലേ ഈ രാജിവെച്ചിരിക്കുന്ന നെഹ്റു മന്ത്രിസഭയിൽ നിന്ന്. ആ വമ്പന്മാർ രാജിവെച്ചു. അവര് ചൂണ്ടിക്കാണിച്ചു എന്തായിരുന്നു ഇതിന്റെ ബലം. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന്, ഇന്നത്തെ ബംഗ്ലാദേശ്, 10 ലക്ഷം ഹിന്ദുക്കള്
പലായനം ചെയ്യേണ്ടി വന്നു. അവര് ബംഗാളിലേക്ക് പലായനം ചെയ്ത് എത്തി. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞത്, നമ്മളിവിടെ നെഹ്റു എപ്പോഴും മുസ്ലിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുകയും വേണമെങ്കിൽ പ്രീണനത്തിന്റെ ലെവലിലേക്കും ഒക്കെ പോകുമല്ലോ, വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ, സിഖുകാരെയും ജൈനന്മാരെയും ഒന്നും ക്രിസ്ത്യാനികളും ഒന്നും അവിടെ സംരക്ഷിച്ചില്ല. അതുകൊണ്ടാണ് 10 ലക്ഷം ഹിന്ദുക്കൾക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. ഈ പലായനം ഈ 3 പേരും അവരുടെ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞത് മാത്രമേ ആളുകൾക്ക് ശരിക്കും അറിയാവൂ. അതേ കാര്യം അംബേദ്കറും ജോൺ മത്തായിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം ശ്യാമപ്രസാദ് മുഖർജിയുടെ തഥാഗത് റോയ് എഴുതിയിട്ടുണ്ട്. തഥാഗത് റോയ്, ശ്യാമപ്രസാദ് മുഖർജി, ഹിസ് ലൈഫ് ആൻഡ് ടൈംസ്. ഇതിൻ്റെ അകത്ത് ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം ദുരൂഹമാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. നെഹ്റുവിന്റെ കാലത്ത് ഷെയ്ഖ് അബ്ദുള്ള അവിടെ മുഖ്യമന്ത്രി, കാശ്മീരിലാണ് മരിച്ചേ. അത് ദുരൂഹമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1953 ജമ്മു കാശ്മീർ പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അതായത് അന്ന് ജമ്മു കാശ്മീരിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ പെർമിറ്റ് വേണം. അവിടുത്തെ അതായത് പ്രധാനമന്ത്രി എന്നാണ് പറയുക, ഷെയ്ഖ് അബ്ദുള്ളയെ. അവിടെ ഈ പ്രത്യേക പദവി കൊടുത്തിരിക്കുകയാണ് കാശ്മീരിന് നെഹ്റു. ഈ പ്രത്യേക പദവി കൊടുത്തതിന് എതിരായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അപ്പോൾ പ്രത്യേക പദവി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നൊരാൾ അങ്ങോട്ട് പോവുകയാണെങ്കിലേ അതിന് പ്രത്യേക വിസ, പെർമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വേണ്ടിയിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ എതിർത്ത് രാജ്യവ്യാപകമായി ശ്യാമപ്രസാദ് മുഖർജി പ്രക്ഷോഭത്തിനിറങ്ങി. ബേസിക്കലി ബംഗാളിയാണല്ലോ. അതെ. എങ്ങനെയാ കാശ്മീരിൽ അവസാന കാലം ചെലവഴിക്കാൻ? അങ്ങോട്ടുള്ള യാത്രയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനെതിരെ, കാശ്മീരിന്റെ പ്രത്യേക പദവിക്കെതിരെ അദ്ദേഹം പ്രക്ഷോഭം കശ്മീരിൽ പോയി നിരാഹാരം കിടക്കാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് 1953 മെയ് 8 പുലർച്ചെ 6:30 ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജമ്മുവിലേക്ക് പോവുകയാണ്. അപ്പൊ ഗുരുദത്ത് വൈദ് കശ്മീരിൽ അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റിന് ശേഷം ഉണ്ടായിരുന്നു. ഗുരുദത്ത് വൈദ്, വാജ്പേയി, തേജ് ചന്ദ്, ബൽരാജ് മധോക്ക്, പിന്നെ കുറെ പത്രപ്രവർത്തകര് യാത്രയാക്കാനും ഒക്കെ ഉണ്ട്, കൂട്ടത്തിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്കാര് കശ്മീരിൽ പാർക്കരുത് എന്ന്, ഇന്ത്യക്കാർക്ക് അവിടെ സ്ഥലം മേടിച്ച് പാർക്കാൻ പറ്റില്ലല്ലോ ഈ പ്രത്യേക പദവി വന്നപ്പോ. അങ്ങനെയുണ്ട്. അപ്പൊ കശ്മീർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള സമ്മതിക്കണം അവിടെ ചെല്ലാൻ. അപ്പോൾ അവിടെ സ്ഥലം, പെർമിറ്റ് കാർഡ് വേണം. വേറൊരു സ്ഥലം പോലെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാറന്റ് ഇല്ലാതെ മെയ് 11 ശ്യാമപ്രസാദ് മുഖർജിയെ കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഗസ്റ്റ് ഹൗസ്, കോട്ടേജ് എന്നൊക്കെ പറയാം, ജമ്മു കാശ്മീർ വിട്ടിട്ട് വിജനമായൊരു പ്രദേശത്തൊരു മലയടിവാരത്തിൽ, ദാൽ തടാകം അപ്പുറത്തും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് ഒരു കോട്ടേജ് എടുത്തിട്ട് സബ് ജയിലാക്കി ചിത്രീകരിച്ചിട്ട് ആക്കി. അതിൻ്റെ അകത്ത് നിഷാദ് ബാഗ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് പ്ലൂറിസി ഉണ്ട്, ഹൃദ്രോഗമൊക്കെ ചെറിയ തോതിലുണ്ട്. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജൂൺ 20 വൈകിട്ട് 3:30 ഇദ്ദേഹത്തിന് സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കുകയാണ്. പനി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ ഇദ്ദേഹത്തിന് അലർജിയാണെന്ന് ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൊടുത്തു സ്ട്രെപ്റ്റോമൈസിൻ. അപ്പൊ ഡോക്ടർ മുഹമ്മദ് ആണ് ഇദ്ദേഹത്തിന് ഡോക്ടർ അലി മുഹമ്മദ് എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് ഷെയ്ഖ് അബ്ദുള്ള ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഈ ലെനിനെ അവസാന കാലത്ത് സ്റ്റാലിൻ ചില ഡോക്ടർമാരെ വെച്ച് കൊല്ലുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ മുഹമ്മദ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ശ്യാമപ്രസാദ് മുഖർജിക്ക് ഒരു പൊടിയും കൊടുത്തു പനി മാറാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്ത് പൊടിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പെയിൻ കില്ലറാണ്, വേദന സംഹാരി എന്ന് പറഞ്ഞിട്ട് പൊടി കൊടുക്കുകയാണ്. ഇത് ദിവസവും 2 തവണ കഴിക്കണം ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങേര് പോയി, ഈ മുഹമ്മദ് പോയി. അലി മുഹമ്മദ് അത് കഴിഞ്ഞൊരു ജയിൽ ഡോക്ടറാണ്.
ജയിൽ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ട് അയാളാണ് നോക്കുന്നത്. അയാൾ വീണ്ടും സ്ട്രെപ്റ്റോമൈസിൻ കൊടുത്തു. ഇതൊക്കെ പണ്ട് ഡോക്ടർമാർ പറഞ്ഞിരുന്നതാണ്, ഈ സ്ട്രെപ്റ്റോമൈസിൻ അലർജി എന്നൊക്കെ. പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും വന്നിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഖർജിക്ക് അത് കൊടുത്തു. അപ്പോൾ ഈ വൈദ് കൂടെ ഉണ്ട്, ഡൽഹിയിൽ നിന്ന് പോയ അദ്ദേഹം നോക്കുമ്പോൾ പനി വല്ലാതെ കൂടിയിരിക്കുന്നു. നോക്കുമ്പോൾ 97 ഡിഗ്രി പനി കൂടി, ഈ മരുന്നും പൊടിയൊക്കെ കൊടുത്തിട്ട്. വൈകിട്ട് 5 കാലായപ്പോൾ അലി മുഹമ്മദിനെ വീണ്ടും വിളിച്ചു, വിവരം അറിയിച്ചു. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല, സാരില്ല എന്നൊക്കെ പറഞ്ഞ അയാൾ ഇത് തള്ളിക്കളയാ, അവഗണിച്ചു. അത് കഴിഞ്ഞ് 10 മൈൽ അകലെ ഒരു ആശുപത്രിയുടെ ഗൈനക്കോളജി വാർഡിൽ കൊണ്ടിട്ടു ശ്യാമപ്രസാദ് മുഖർജിയെ. ഗൈനക്കോളജിയിലോ? എന്നിട്ട് 23-ാം തീയതി വൈകിട്ട് 3:40 മറ്റേ ബന്ധുക്കളെയൊന്നും അറിയിക്കുന്നുണ്ടായിരുന്നില്ല. ഈ വൈദ്യുവൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞു ഇദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ജൂൺ 23-ന്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. ഗാന്ധി വധത്തെ തുടർന്ന് ഗാന്ധിയുടെ കൊലയാളി യഥാർത്ഥത്തിൽ ആരായിരുന്നു? കാരണം വേറൊരു ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സംശയമൊക്കെ ഇല്ലേ? പോസ്റ്റ്മോർട്ടം വേണ്ടാന്ന് വെക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് നെഹ്റു ലണ്ടനിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് മൗലാന ആസാദ് താൽക്കാലിക പ്രധാനമന്ത്രിയാണ്. ആസാദ് എന്ത് എന്ന് വെച്ചാൽ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നില്ല ജഡം. കശ്മീരിൽ നിന്ന് നേരെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒരു ദുരൂഹ മരണവും സമരസജ്ജമായ ഗംഭീരമായ ഒരു സമര ഭരിതമായ ജീവിതവും. കഴിഞ്ഞ കൊല്ലം അദ്ദേഹത്തിന്റെ പ്രതിമ അവിടെ അനാവരണം ചെയ്തു. ഇത്രയും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി കേൾക്കുമ്പോഴാണ് ഇപ്പൊ നന്ദേട്ടന്റെ പ്രസംഗത്തിന്റെ ഒരു കുറെ കൂടി ഗൗരവം നമുക്ക് മനസ്സിലാവുക. നന്ദേട്ടൻ ഈ പ്രസംഗത്തിൽ പറയുന്നത് ശ്യാമപ്രസാദ് മുഖർജിയുടെ ആശയാദർശങ്ങളുമായി നാട് ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. അദ്ദേഹം എന്തൊക്കെയാണോ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളാണ് ഒന്നൊന്നായി പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. 2 CAB മീൻസ് എന്തായാലും സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അത് വന്ന് പിന്നെ ബില്ലായല്ലോ. അപ്പോൾ എന്തായാലും അത് സാർ നേരത്തെ പറഞ്ഞ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബംഗാളിലെ ഹിന്ദുക്കൾ പലായനം ചെയ്യപ്പെടേണ്ടി വന്ന, ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ട് വന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ചേർത്ത് പറയുന്നുണ്ട്. അവസാനമായിട്ട് ഈ പ്രസംഗത്തിൽ ഇനി അങ്ങോട്ട് ഇന്ത്യക്കാർ ചരിത്രത്തിൽ സ്വീകരിക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. 3 വാദങ്ങളാണ് ഇന്ത്യ ചരിത്രം, ഇന്ത്യയുടെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ആ 3 വാദങ്ങൾ ഉന്നയിച്ചിട്ട് എവിടെയാണ് നമ്മുടെ ശരിയായ പൊസിഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ നവരാഷ്ട്രവാദികളുണ്ട്. നവരാഷ്ട്രവാദികൾ, അത് സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യം. ഇന്ത്യ ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 4000 വർഷം മുമ്പ് ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. സാംസ്കാരിക ദേശീയതയാണ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് ഇതിപ്പോൾ ഈ 1800-കൾക്ക് ശേഷം ഉണ്ടായതാണ് നമ്മൾ പറയുന്നത്. അതാണ് നവരാഷ്ട്രവാദി. 2, അദ്ദേഹം പറയുന്നത് ഇവിടെ ബഹുരാഷ്ട്രവാദികളുണ്ട് ഇപ്പോഴും. ഇതൊരു കോമ്പോസിറ്റ് നാഷണാലിറ്റിയാണ്. ഒരുപാട് ദേശങ്ങൾ ചേർന്ന ഒരു സമുച്ചയമാണ്. സാധാരണ മാർക്സിസ്റ്റുകൾ പറയുന്നതാണ് സ്വയം നിർണയാവകാശം ഉണ്ടെന്ന്. ലെനിന്റെ കാലത്ത് ലെനിന് സ്റ്റാലിനുമായിട്ട് തർക്കം വന്നു. സ്വയം നിർണയാവകാശത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന അധികാരിയുടെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ സാംസ്കാരിക ഉപദേശീയതകളുടെ സ്വയം നിർണയാവകാശം എന്നാണ് വാദം. അപ്പൊ ഈ 2 കൂട്ടരും ഉണ്ട്. നവരാഷ്ട്രവാദികളുണ്ട് നമ്മുടെ ഈ ബുദ്ധിജീവികൾ. 3ാമത്തെ ഒരു വാദമുണ്ട്, അത് ചിരരാഷ്ട്രവാദികളാണ്. ചിരരാഷ്ട്രവാദികൾ എന്ന് വെച്ചാൽ പരമ്പരാഗതമായി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ് ഇന്ത്യ. ഇതിൽ ഇന്ത്യക്കാർ ആത്മാർത്ഥമായി എവിടെ നിൽക്കണം എന്നാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഓർമ്മയെ മുൻനിർത്തിയിട്ട് അഖണ്ഡ ഭാരതത്തിന്റെ കൂടെ നിൽക്കണോ അതോ സ്ഥിരം ഈ കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, വിഭജിത ഭാരതത്തിന്റെ വിഘടന ഭാരതത്തിന്റെ കൂടെ നിൽക്കണോ, അഖണ്ഡ ഭാരതത്തിന്റെ കൂടെ നിൽക്കണം? ഈ ചോദ്യം വളരെ ഉച്ചത്തിൽ ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ രാജ്ഭവനിൽ കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതി നന്ദേട്ടൻ ഉയർത്തിയ നന്ദകുമാർ ഉയർത്തിയ ബൗദ്ധികമായ ഒരു മനോഹരമായ പ്രഭാഷണം. മനോഹരം എന്ന് പറയുന്നതിലേറെ അതിൻ്റെ സൗന്ദര്യത്തെക്കാളേറെ അതിൻ്റെ ആഴം, അതിൻ്റെ ബലം, അത് വളരെ ശക്തമായിരുന്നു. അങ്ങേയറ്റം ഇൻ്റലക്ച്വലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. നന്ദേട്ടനെ എന്നേക്കാളേറെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ
ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. രാമേന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ ഒരു ആത്മസുഹൃത്താണ്. 2 നിലയിലും ABCക്ക് ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞോളൂ. എന്തായാലും പിണറായി വിജയൻ അഖണ്ഡ ഭാരതത്തിന്റെ കൂടെ ആണെന്ന് PM ശ്രീ ഒപ്പിട്ടുകൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അതെ, ഏതായാലും അതൊരു പക്ഷേ രാജ്ഭവനിൽ ഈ പ്രസംഗം നടത്തിയതിൻ്റെ ഒരു ആന്തോളനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം കൂടി ആവാം എന്ന് നമുക്ക് ഈ സമയത്ത് സന്തോഷത്തോടെ കണ്ടുകൊണ്ട് നന്ദേട്ടനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ടോക്ക് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദേട്ടനെ കുറിച്ചും നന്ദേട്ടനോടും ഇനിയും നമുക്ക് സംസാരിക്കേണ്ടി വരും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.